Good afternoon. Okay, നമ്മളിപ്പോ പുതിയ ചാപ്റ്ററിലേക്ക് കടന്നല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അതിനകത്ത് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ ഏതൊക്കെയാണ്? ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ പറഞ്ഞത്. മെഡിക്കൽ എയർ പറഞ്ഞു, നെക്സ്റ്റ് ഓക്സിജൻ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു, അടുത്ത നാലാമത്തെ നൈട്രജൻ അല്ലെ. നൈട്രജൻ അല്ലേ ഇനി പറയണ്ടേ? കാർബൺ ഡൈ ഓക്സൈഡ് വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. യെസ്, അതെ, കാർബൺ ഡൈ ഓക്സൈഡ്. അതിപ്പോ കളർ കോഡ് നമ്മൾ പറഞ്ഞാണ്. മെഡിക്കൽ എയർ, പിന്നെ എനിക്ക് മൂന്നെണ്ണം പറഞ്ഞല്ലേ. പിന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാസ് വരെ പറഞ്ഞത്. മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ കോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഓക്സിജൻ വൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളറാണ്. നെക്സ്റ്റ് ആണ് നൈട്രജൻ. അടുത്ത ഗ്യാസ് ആണ് കേട്ടോ. ഏതാണ്? നൈട്രജൻ. ബ്രാക്കറ്റിൽ നോക്കിയേ, മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ. മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ, നൈട്രജൻ ഗ്യാസ് ആണ്. നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോസർജറി. അണ്ടർലൈൻ ചെയ്തിട്ടെ, ക്രയോസർജറി. മാറിപ്പോവരുത്, ഇത് ചോദിക്കാറുണ്ട്. ക്രയോതെറാപ്പി, അതിന് ഏത് ഗ്യാസ് ആണ് പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ക്രയോതെറാപ്പി, ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ സെയിം പ്രൊസീജിയർ ഒക്കെ തന്നെയാണ്. പക്ഷെ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്. ഇസ് എ ടൈപ്പ് ഓഫ് തെറാപ്പി, ഒരു തരത്തിലുള്ള തെറാപ്പിയാണ്. അവിടെ എന്താ? എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ചുകൊണ്ട് അബ്നോർമൽ ടിഷ്യൂസിനെയൊക്കെ അത് എലിമിനേറ്റ് ചെയ്യുന്നു. അബ്നോർമൽ ടിഷ്യൂവിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അതിനെ നശിപ്പിക്കുക ചെയ്യുന്നത്. അതിനുള്ള ഒരു തെറാപ്പിയാണ് ക്രയോതെറാപ്പി എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മാറിപ്പോരുത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോസർജറി. ക്രയോസർജറി അതെന്ന് പറഞ്ഞാൽ നമുക്ക് പേര് തന്നെ അറിയാം, സർജറി ആണ്, ഒരു ഇൻവാസീവ് പ്രൊസീജിയർ ആണ് അല്ലേ സർജറി. ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കുറച്ചുകൂടി ഫ്രീസിങ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ക്രയോ സർജറിക്ക് നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്. രണ്ട് ക്ലിയർ ചെയ്ത് വെക്കുക നിങ്ങള്. ക്രയോതെറാപ്പിക്ക് ഏത് ഗ്യാസ് ആണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ഹയർ ഫ്രീസിംഗ് കപ്പാസിറ്റി ഉണ്ട് നൈട്രജന്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്, ആ പേരിൽ നിന്ന് തന്നെ അറിയാം. മറ്റേത് തെറാപ്പിയാണ്. ഇതെന്താ? ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. To destroy the abnormal tissues. It is a invasive technique, more invasive. കൂടുതൽ മുറിവുണ്ടാക്കുന്ന ആക്രമണാത്മകമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് മുറിവുണ്ടാക്കുന്നത്. ക്രയോ സർജറി ഒരു സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. അവിടെ ഉപയോഗിക്കുന്ന നൈട്രജൻ ഗ്യാസ് ആണ്. ക്ലിയർ ചെയ്ത് വെച്ചില്ലേ? അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ. ക്രയോതെറാപ്പി എന്ന് കാണുമ്പോൾ വേഗം എടുത്ത് എഴുതരുത്. ക്രയോതെറാപ്പി കാർബൺ ഡൈ ഓക്സൈഡും, ക്രയോ സർജറിക്ക് നൈട്രജനും ആണ്. എന്താ? ഈ നൈട്രജൻ ഗ്യാസ് ഹയർ ഫ്രീസിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഏതിനേക്കാളും? കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ഫ്രീസിംഗ് കപ്പാസിറ്റി കൂടുതലാണ് നൈട്രജന്. അതുകൊണ്ട് ക്രയോ സർജറി അവിടെ ഉപയോഗിക്കുന്നത് നൈട്രജൻ ഗ്യാസ് ആണ്. Okay, to remove on some cancers and skin disease. Disease എന്ന് പറഞ്ഞാൽ മുറിവുകള്. And also for a storage of tissue, cell and blood in cryogenic temperature to avoid the oxidation of samples. എന്താണ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ? മെഡിക്കൽ ഗ്യാസ് ആണ്. ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ്. ഇത് എന്താ? ടു റിമൂവ് സം ക്യാൻസർ കോശങ്ങളെ റിമൂവ് ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, സ്കിൻ ഡിസീസ്, സ്കിന്നിലെ മുറിവുകൾ, അങ്ങനെയുള്ള ഇതൊക്കെ അതിനെയൊക്കെ ക്ലിയർ ചെയ്യുന്നു. ഇതിനെയൊക്കെ അങ്ങനെ ആ അബ്നോർമൽ ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർജിക്കൽ പ്രൊസീജിയർ. അതാണ് ക്രയോ സർജറി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഓൾസോ ഫോർ ദ ടിഷ്യൂസ് സ്റ്റോർ ചെയ്യാൻ, സെൽസ്, ബ്ലഡ്, ഇതെല്ലാം ക്രയോജനറ്റിക് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാനും
ഇതാണ് ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കും. ക്രയോജനറ്റിക് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ബിലോ -150 ഡിഗ്രി സെൽഷ്യസ്, അതിന്റെ താഴെയുള്ള ഇതാണ് ക്രയോജനറ്റിക് ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിൽ ബിലോ -150 ഡിഗ്രി സെൽഷ്യസ്, അതാണ് ക്രയോജനറ്റിക് ടെമ്പറേച്ചർ. അപ്പൊ അപ്പൊ അങ്ങനെ ക്രയോജനറ്റിക് ടെമ്പറേച്ചറിൽ ടിഷ്യൂസ്, സെൽസ്, ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കും. To avoid, ഇതിനു വേണ്ടി to avoid the oxidation of samples. It can also be used as a part of medical gas mixer for lung function test. ഇനി lung function test, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പരിശോധനകൾക്കായി മെഡിക്കൽ മിക്സറിന്റെ ഭാഗമായിട്ടും ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാറുണ്ടെന്ന്. This gas, it can also be used as a part of medical gas. ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. Mixer of lung function test. Lung function test, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് മെഡിക്കൽ ഗ്യാസ് മിക്സറിന്റെ ഭാഗമായിട്ടും ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. Okay. Then nitrogen as a gas is used to power tool in places where they do not have an instrument air. Instrument air എന്ന് പറഞ്ഞാൽ compressed air ആണ് കേട്ടോ. Is a type of compressed air. Nitrogen, oxygen ഇതൊക്കെ ചെറിയ അളവിൽ അടങ്ങിയിട്ടുള്ള എയർ ആണ് ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറയുന്നത്. നൈട്രജനും ഓക്സിജനും ഒക്കെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ അടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് കംപ്രസ്ഡ് എയർ ആണ് ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറയുന്നത്. ഇപ്പൊ നൈട്രജൻ ഗ്യാസ് എന്തിനു കൂടി ഉപയോഗിക്കുന്നു? പവർ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെ? in places where they do not have instrument air. Instrument air ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ പവർ ടൂൾ ആയിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. Most of the time it comes from the multiple of cylinders and is piped at a pressure within an alarm system at the source and on the use site. മിക്കപ്പോഴും ഇത് ഒന്നിലധികം സിലിണ്ടേഴ്സിൽ നിന്ന് വരുന്നു. Most of the times it comes from multiple of cylinders and is piped. അത് പൈപ്പ് ലൈനിൽ കൂടിയാണ് വരുന്നത്. പൈപ്പ് ലൈനിൽ കൂടെ സോഴ്സും നമ്മൾ ആ ഒരു മെയിൻ സോഴ്സിൽ നിന്ന് പൈപ്പ് ലൈനിൽ കൂടിയാണ് വരുന്നത്. And it is used and multiple of cylinders and is piped at pressure with അതിനെന്തുണ്ട്? ഒരു അലാറം സിസ്റ്റം ഉണ്ട്, സോഴ്സ്. അത് നിങ്ങൾക്ക് കമ്പോണൻസ് അടുത്ത പേജിൽ പഠിക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അലാറം സിസ്റ്റം, സോഴ്സ് എന്താന്നൊക്കെ പഠിക്കാറുണ്ട്. മിക്കപ്പോഴും ഒരു അലാറം സിസ്റ്റം ഉപയോഗിച്ച് ഒരു പ്രഷറിൽ ഇത് ഒരു എന്താ പറയാ, ഒരു അലാറം സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു പ്രഷറിൽ അത് ഒരു മർദ്ദത്തില് അത് പൈപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ്. Piped at pressure with an alarm system at the source and use site. ഇതിനകത്ത് നമ്മൾ 2-3 പോയിന്റ്സ് അവിടെ അണ്ടർലൈൻ ചെയ്യണം. ഒന്നാമത്തെ ക്രയോ സർജറി, അത് അണ്ടർലൈൻ ചെയ്തിടാം. Which medical gas is used for cryo surgery? Okay. പിന്നെ അടുത്തത് it can also be used as a part of medical gas mixer for lung function test. പിന്നെ അടുത്തത് സെന്റൻസ് പവർ ടൂൾ, അതും കൂടി നോക്കി വെക്കും. Nitrogen gas is used to power tool in places where they do not have an instrument air. ആ 3 സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ക്രയോ സർജറി പവർ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലങ് ഫംഗ്ഷൻ ടെസ്റ്റിന് മെഡിക്കൽ ഗ്യാസിന്റെ ഒരു ഭാഗമായിട്ടും ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് ഈസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചിട്ടുണ്ട് വിച്ച് ഗ്യാസ് ഈസ് നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. ഇതാണ് nitrous oxide. Nitrous oxide is a medical gas commonly known as laughing gas. Laughing gas എന്നറിയപ്പെടുന്ന ഗ്യാസ് ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, വാക്കോ. ഇതാണ് laughing gas എന്ന് പറയുന്നത്, നൈട്രസ് ഓക്സൈഡ്. അണ്ടർലൈൻ ചെയ്തിട്ടത് മിക്ക പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് nitrous oxide is a medical gas commonly known as a laughing gas.
This medical gas is used in numerous surgical procedures as both as anesthetics and analgesic. ഈ മിക്ക സർജിക്കൽ പ്രൊസീജിയറിലും ഈ നൈട്രസ് ഓക്സൈഡ് ഈ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതായിട്ട് ഒരു വേദനയില്ലാത്ത മരുന്നായിട്ട് അനസ്തെറ്റിക്സ് ആൻഡ് അനലജിസ്റ്റിക്. അനലജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ എന്താ വേദനയില്ലാത്ത മരുന്നെന്നാണ്. അനസ്തെറ്റിക് ആയിട്ട് അനലജിസ്റ്റിക് ആയിട്ട് വേദനയില്ലാത്ത മരുന്ന് അതായിട്ട് ഈ സർജിക്കൽ പ്രൊസീജിയറിലും നൈട്രസ് ഓക്സൈഡ് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പല സർജിക്കൽ പ്രൊസീജിയറിലും മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. 2 സെന്റൻസ് ഉള്ളൂ, 2 സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടാ. This medical gas is used in numerous surgical procedures as both as anesthetics and analgesic. Okay. Nitrous oxide. Nitrous oxide-ന്റെ കളറ് ബ്ലൂ ആണ് കേട്ടോ, ലൈറ്റ് ബ്ലൂ ആണ് നൈട്രസ് ഓക്സൈഡിന്റെ കളർ കോഡ്. അത് ലാസ്റ്റ് വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ ആണ്, ലൈറ്റ് ബ്ലൂ. നൈട്രജന്റെ ബ്ലാക്ക് ആണ് കേട്ടോ, ലാസ്റ്റ് വരുന്നുണ്ട്. നൈട്രജന്റെ കളർ കോഡ് ബ്ലാക്ക് ആണ്. നൈട്രജൻ കളർ കോഡ് ബ്ലാക്ക്. നൈട്രസ് ഓക്സൈഡിന്റെ ലൈറ്റ് ബ്ലൂ ആണ്, ലൈറ്റ് ബ്ലൂ. നെക്സ്റ്റ് ആണ് വാക്വം. കളർ കോഡ് യെല്ലോ ആണ് കേട്ടോ, യെല്ലോ, മഞ്ഞ നിറമാണ് വാക്വത്തിന്റെ. വാക്വം യെല്ലോ, വാക്വം യെല്ലോ. പൈപ്ഡ് medical surgical vacuum system is used for patient draining, aspiration and suction. Piped medical surgical vacuum system is used for patient draining. Draining പറഞ്ഞാൽ ഊറ്റിയെടുക്കുക, aspiration and suction. നമ്മള് വായിലൊക്കെ വെള്ളം, നമ്മൾ പറഞ്ഞില്ലേ ഡെന്റലിലെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ നമ്മുടെ വായിലും ഒക്കെ ഈ വെള്ളം നിറയുന്നത് സക്ക് ചെയ്ത് എടുക്കാനായിട്ട് ആണോ. ട്രെയിനിങ്, ആസ്പിറേഷൻ ആൻഡ് സക്ഷൻ, വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ്. അതാണ് മെഡിക്കൽ സർജിക്കൽ വാക്വം എന്ന് പറയുന്നത്. സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി, വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. നമ്മള് ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സോ അതൊക്കെ നമുക്ക് സക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാക്വം എന്ന് പറയുന്നത്, സക്ക് ചെയ്തെടുക്കാനായിട്ട്. This means that medical vacuum in a hospital support the suction equipment. ഇങ്ങനെ ചോദിക്കാം, which medical gas is gas in a hospital support the suction equipment. Suction equipments support ചെയ്യുന്നത് ഏതാ? വാക്വം ആണ്, മെഡിക്കൽ വാക്വം. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. വാക്വം ക്ലീനർ കേട്ടിട്ടില്ലേ? പൊടിയൊക്കെ വലിച്ചെടുക്കണത് അല്ലേ? വാക്വം സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി, വലിച്ചെടുക്കാൻ വേണ്ടി, അത് ഓർത്ത് വെച്ചാൽ മതി. പൊടിയൊക്കെ വലിച്ചെടുക്കുന്ന വാക്വം ക്ലീനർ. അതൊരു വാക്വം എന്താ? സക്ഷൻ എക്യുപ്മെന്റ് ആണ്, സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് സക്ഷൻ എക്യുപ്മെന്റ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് സക്ഷൻ എക്യുപ്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? Vacuum will vary across the pipeline but is commonly maintained around -75 kPa, kilopascal ആണ് കേട്ടോ. kilopascal ആണ്, kilopascal. പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ഓഫ് പ്രഷർ, പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. അപ്പൊ നോക്കിയേ, ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട് ഏത് എക്യുപ്മെന്റിന്റെയാ? സക്ഷൻ എക്യുപ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ, 2 സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിടണം. Then vacuum will vary across the pipeline. പൈപ്പ്ലൈനിലുടനീളം വാക്വം വ്യത്യാസപ്പെട്ടിരിക്കും. But is commonly maintained. എങ്ങനെ കോമൺ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താ? Around -75 kilopascal. പ്രഷർ ആണ്, യൂണിറ്റ് ഓഫ് പ്രഷർ ആണ് പാസ്കൽ എന്ന് പറയുന്നത്. പൈപ്പ് ലൈനിലൂടെ ആ വാക്വം വ്യത്യാസപ്പെട്ടിരിക്കുന്ന പറഞ്ഞേക്കും. Vacuum will vary across the pipeline, but എന്നാൽ it is commonly maintain ചെയ്യുന്ന ഏത് പ്രഷറിലാണ്? -75 kilopascal ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് അതില് ആദ്യത്തേതും രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം.
ഇനി അടുത്തതാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. Compressed air used for both medical and non-medical purposes. ചികിത്സാ സംബന്ധമായിട്ടുള്ളതും അല്ലാത്ത ആവശ്യങ്ങൾക്കും ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത് ക്ലീനിങ് പർപ്പസിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കംപ്രസ്ഡ് എയർ പ്രധാനമായിട്ടും ക്ലീനിങ് പർപ്പസിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ്. അതിന് ഉപയോഗിക്കുന്ന ഇതാ കംപ്രസ്ഡ് എയർ ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ, കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ്. മെഡിക്കൽ നോൺ മെഡിക്കൽ പർപ്പസസിൽ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ദ മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്, അത് ഏതൊക്കെയാണെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അവിടെ. മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ് എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണേട്ടാ. നോക്കിയേ എന്തൊക്കെയാ വന്നേക്കണെന്ന് നോക്കിയേ. മെഡിക്കൽസ് ഇൻക്ലൂഡ്, മെഡിക്കലിൽ വരുന്നത് ലബോറട്ടറി വർക്കുകള്, ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ലബോറട്ടറി വർക്കുകളില് ഇൻഹലേഷൻ തെറാപ്പി, അതുപോലെ പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ് പ്രവർത്തിക്കാനും ഈ ഇതെല്ലാനും അതായത് മെഡിക്കൽ നോൺ മെഡിക്കൽ പർപ്പസസിൽ ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതിയാണ്. ശ്വസന സംബന്ധമായിട്ടുള്ളത് സർജിക്കൽ ടൂൾസ് പ്രവർത്തിപ്പിക്കാനായിട്ട് ലബോറട്ടറി വർക്കുകൾ, ഇതിലൊക്കെ കംപ്രസ്ഡ് എയർ ഉൾപ്പെടുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞത് നൈട്രജൻ ആണ്, ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്നു. പിന്നെ അടുത്ത നൈട്രജൻ ഗ്യാസ് പവറിംഗ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലങ് ഫങ്ഷൻ ടെസ്റ്റിംഗില് മെഡിക്കൽ ഗ്യാസിന്റെ ഒരു ഭാഗമായിട്ടും ഇത് നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. 3 സെന്റൻസ്. പിന്നെ കോമൺ ആയിട്ട് നമ്മള് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ് ആണ്. പിന്നെ അതുപോലെ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയറിൽ അനസ്തെറ്റിക് ആയിട്ടും അനലജിസ്റ്റിക് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് വാക്വം എന്ന് പറയുന്നത്. പേഷ്യൻസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ട്രെയിനിങ്, ആസ്പിറേഷൻ ആൻഡ് സെക്ഷൻ. സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി, വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാക്വം എന്ന് പറയുന്നത്. അപ്പൊ ഡെന്റെല്ലാം ഓർത്താൽ മതി. ബ്ലഡോ ഫ്ലൂയിഡോ ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ വാക്വം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. 2 സെന്റൻസ് നോട്ട് ചെയ്തിടണം. പിന്നെ കംപ്രസ്ഡ് എയർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസിന് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും ഗ്യാസുകള് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിനകത്ത് നമ്മള് സിസ്റ്റം കമ്പോണൻസ് ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? 6 എണ്ണം ഉണ്ട്. 6 നോട്ട് ചെയ്ത് വെക്കണം. സിസ്റ്റം കമ്പോണൻസ് ഓഫ് ലാസ്റ്റത്തെ അവിടെ പറയണ്ട കേട്ടോ. അതാണ് ആ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് നൈട്രജന്റെ ബ്ലാക്ക്, നൈട്രസ് ഓക്സൈഡിന്റെ ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ ആണ്. ലൈറ്റ് ബ്ലൂ. ഇത് കഴിയുമ്പോൾ ടേബിൾ ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയാം. നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, വാക്വത്തിന്റെ യെല്ലോ ആണ്. യെല്ലോ. ലാസ്റ്റത്തെ കംപ്രസ്ഡ് എയറിന്റെ കളർ കോഡ് അവിടെ വേറൊന്നും പറയണം. ഓക്കെ, ജസ്റ്റ് നോക്കി. ഓക്കെ ആണ് നോക്കി. 4 എണ്ണല്ലേ നമ്മൾ പറഞ്ഞത്? നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? കമ്പോണൻസ് ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ആണ്, സിസ്റ്റം കമ്പോണൻസ് ആണ്. എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റത്തെ ആണ് സോഴ്സ് ഓഫ് സപ്ലൈ. ഈ ഗ്യാസ് അത് സപ്ലൈ ചെയ്യാൻ ആദ്യം എന്താണ്? സോഴ്സ്, ഒരു ഉറവിടം. അവിടെ നിന്നാണ് പൈപ്പ് ലൈനിൽ കൂടെ നമ്മൾ പേഷ്യന്റിന്റെ അടുത്തേക്ക് ഈ ഗ്യാസുകൾ എത്തിക്കുന്നത്. അപ്പൊ ആദ്യം എന്തുണ്ട്? ഒരു സോഴ്സ് ഉണ്ട്, റിസർവയർ ആണ്, സോഴ്സുകളുണ്ട്.
രണ്ടാമത്തെ പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അത് ഓരോ സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ ഗ്യാസ് ഓരോ പ്ലേസിലേക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉണ്ട്. അപ്പൊ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഇതിൽ വരുന്നതാണ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. വിതരണ സംവിധാനമാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. അടുത്തതാണ് വാൽവുകൾ ഉണ്ട്. വാൽവ് അതും ഒരു കമ്പോണന്റ് ആണ്. വാൽവ് എന്ത് ചെയ്യാനും വാൽവ് എന്തിനാ? ടു കൺട്രോൾ മെത്തേഡ്. നമ്മുടെ വീട്ടിൽ വാൽവ് ഇല്ലേ? മോട്ടറിനൊക്കെ വാൽവ് വെച്ചിട്ടില്ലേ? ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം, ആവശ്യത്തിന് തുറന്നിടാം. വാൽവ് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ വാൽവ് നമ്മള് ക്ലോസ് ചെയ്തിടാറില്ലേ, വെള്ളം അങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട്. എന്താണത്? ഒരു കൺട്രോൾ മെത്തേഡ് ആണ്. ടു കൺട്രോൾ മെത്തേഡ് വാൽവ്. അടുത്തത് വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഉണ്ട്. എന്തിനാ? ഫോർ മോണിറ്റർ ചെയ്യാൻ വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഉണ്ട്. അടുത്തതാണ് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. ഔട്ട്ലെറ്റുകളും ഇൻലെറ്റും ഉണ്ട്. ഇതിനു വേണ്ടി ടു സപ്ലൈ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റും ഉണ്ട്. സെക്കൻഡറി എക്യുപ്മെന്റ്സ്. അടുത്തതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്, ഘടകങ്ങളാണ് പറയുന്നത്. സോഴ്സ് ഓഫ് സപ്ലൈ, പൈപ്പിംഗ് നെറ്റ്വർക്ക്, അത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. പിന്നെ എന്താ? വാൽവുകൾ ഉണ്ട്, ടു കൺട്രോൾ മെത്തേഡ്, വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഫോർ മോണിറ്ററിംഗ്, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്, എന്താ? ടു സപ്ലൈ ഗ്യാസ് സപ്ലൈ ചെയ്യാൻ. അടുത്തതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്. ഇനി ഫസ്റ്റ് നോക്കിയേ, സോഴ്സസ് ആണ്. സോഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? സോഴ്സസ് ആർ റിസർവേഴ്സ്. ഒരു കരുതൽ ശേഖരമാണ്. അത് സോഴ്സ് ആണ്, ഒരു ഉറവിടമാണ്. അവിടെ നിന്നാണ് പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ എല്ലായിടത്തേക്കും ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവേഴ്സ് ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക് ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റം. താഴെ കൊടുത്തിട്ടുണ്ട്. മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന ഒരു സോഴ്സ്, റിസർവെയർ ആണ് സോഴ്സസ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഡാഷ് ആർ റിസർവെയർസ്. ഇത് കാണുമ്പോൾ തന്നെ അറിയേണ്ട സോഴ്സ് ആണ്. എന്താ? മാനിഫോൾഡ് സിസ്റ്റം. താഴെ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന റിസർവയറുകളാണ് സോഴ്സസ്. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു സോഴ്സ് വേണ്ടേ? ഇപ്പം നമ്മുടെ വീട്ടില് പല വീടിന്റെ ഓരോ ഭാഗത്തേക്ക് വാഷിംഗ് മെഷീനിലേക്ക്, നമ്മുടെ അടുക്കളയിലെ സിങ്കിലേക്ക്, അല്ലെ, ഇതിലേക്കൊക്കെ വെള്ളം എത്തുന്നത് എവിടെയാ? റിസർവയർ എവിടെയാ? നമ്മുടെ ടാങ്ക്. കിണറ്റിന്ന് നേരെ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം അടിച്ചു കയറ്റി അവിടെ നിന്നല്ലേ ഓരോ ഭാഗങ്ങളിലേക്ക് വരുന്നത്, അല്ലെ? ഓസി കൂടെ നമ്മൾ ആ പൈപ്പിൽ കൂടെ നമുക്ക് ഏതാണ് സ്പോട്ട്, എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വരും. അപ്പൊ നമ്മൾ റിസർവയർ എന്ന് പറഞ്ഞാൽ എന്താ? ടാങ്ക് ആണെന്ന് വിചാരിക്കാം. അവിടെ നിന്നാണ് എന്ത് വരുന്നത്? ആ ഗ്യാസ് വരുന്നത്. റിസർവയർ ആണ്. that generate the flow of medical gas through piping network like a manifold system. Manifold systemങ്ങൾ പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടി. ആ ഫ്ലോ വന്നെങ്കിൽ നമുക്ക് എന്താ? ഇതെല്ലാം ഒരേ ലെവലിലായി ഫ്ലോ വരുമോ? ടാങ്ക് എല്ലാം അവിടുത്തെ മുകളിലല്ലേ വെക്കണേ? താഴെ കൊണ്ടുവന്ന ടാങ്ക് വെക്കോ? അപ്പൊ നമുക്ക് ആ ഫ്ലോ കിട്ടുമോ? വെള്ളം വരാനുള്ള ഫ്ലോ കിട്ടൂല, അല്ലേ? അതിന്റെ ഗ്യാസിന്റെ ആ ഫ്ലോ സൃഷ്ടിക്കുന്ന ഒരു റിസർവയറുകളാണ് സോഴ്സസ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഡാഷ് ആർ റിസർവയർ. ബാക്കിട്ട് വായിക്കേണ്ട, അത് വായിക്കുമ്പോ അറിയാം. കരുതൽ ശേഖരം, അതാണ് സോഴ്സ്. ഇനി എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻ ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാൻസ്. രണ്ട് വശങ്ങള്, അതായത് കുറെ സിലിണ്ടേഴ്സ് ഇല്ലേ, അതിനെ ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ന് തന്നെ എല്ലാവരും ഗൂഗിളില് മാനിഫോൾഡ് സിസ്റ്റം ഒന്ന് അടിച്ച് കൊടുക്കുക കേട്ടോ. റിലേറ്റഡ് ടു മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ ആ പിക്ചർ കാണാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട്. കുറെ സിലിണ്ടേഴ്സ് ഇല്ലേ, അതിനെ ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുന്ന സംഭവമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒറ്റ എന്താ പറയാ, മൾട്ടിപ്പിൾ ഗ്യാസ് സിലിണ്ടേഴ്സ് അതിനെ കണക്ട് ചെയ്തേക്കുന്ന ഒരു സംവിധാനം. ഓക്കെ, ഇസ് എ ഡിവൈസ്. ഒരു ഡിവൈസ്, ഒരു ഉപകരണമാണ്
Manifold system is a device which connects the multiple gas cylinder to the facility pipeline. Multiple gas cylinders കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് മാനിഫോൾഡ് സിസ്റ്റം. ഇപ്പൊ ഇത് നേരെ പോവാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ എന്തുണ്ടാവും, ആ സിലിണ്ടേഴ്സ് ഉണ്ടാവും. അതാണ്. ജസ്റ്റ് ഒന്ന് നോക്കുവോ നിങ്ങളെന്ന്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അതിന്റെ പിക്ചർ, മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ പല ടൈപ്പ് പിക്ചറുകൾ നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കുവോ, ആരെങ്കിലും ദൃശ്യം നോക്കുവോ? ആഷിക, രണ്ടുപേരുടെയായിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കാണുന്ന പേരങ്ങ് വിളിച്ചോന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മാനിഫോൾഡ് സിസ്റ്റം അടിച്ചു കൊടുത്താൽ മതി. വേറൊന്നുമില്ല, കുറെ സിലിണ്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ്. ഡിവൈസ് ദാറ്റ് കണക്ട് ദ മൾട്ടിപ്പിൾ ഗ്യാസ് സിലിണ്ടേഴ്സ്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ കുഞ്ഞിതായിട്ട് അവിടെ ഒന്ന്. ഇസ് എ ഡിവൈസ്, മാനിഫോൾഡ് സിസ്റ്റം ഇസ് എ ഡിവൈസ് ദാറ്റ് കണക്ട് multiple gas cylinders. That connect multiple gas cylinders. Okay. Now, it contain high pressure cylinders on two banks. രണ്ട് വശങ്ങളുള്ള ഹൈ പ്രഷർ സിലിണ്ടർ ആണ്. വൺ ഈസ് ബാക്ക് അപ്പ് ടു ദ അനദർ. ഒന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. തിരിച്ച് രണ്ട് വശങ്ങളിലും ആയിട്ടുണ്ട്. ബിസൈഡ് ദ കൺട്രോൾ പാനൽ, അതിന്റെ ഓപ്പോസിറ്റ് ഒരു കൺട്രോൾ പാനൽ ഉണ്ട്. കൺട്രോൾ ചെയ്യാനായിട്ട് ഈസ് ഇൻസ്റ്റാൾഡ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ഉണ്ട് നിയന്ത്രിക്കാനായിട്ട്. പ്രഷർ റെഗുലേറ്റേഴ്സ് ആൻഡ് വാണിംഗ് ലാംപ്സ്. ഇതെല്ലാം കൂടി ഉള്ള ഒരു സംവിധാനമാണ് മാനിഫോൾഡ് സിസ്റ്റം. ഡിസൈഡ്. അതിന്റെ ഒപ്പം തന്നെ സിലിണ്ടേഴ്സ് പറഞ്ഞു, ടു ബാക്സ് ഉള്ള സിലിണ്ടേഴ്സ് ഉണ്ട്. ഒരെണ്ണം മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അതിന്റെ ഒപ്പം തന്നെ കൺട്രോൾ പാനൽ ഉണ്ട്. പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ഉണ്ട്, പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ട്, വാണിംഗ് ലാമ്പുകൾ ഉണ്ട്. ഇതൊക്കെ ഉള്ളതാണ് അതിന്റെ ഡിസൈഡ്. അരികിലായിട്ട് അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്താണ്, മൾട്ടിപ്പിൾ ഗ്യാസ് സിലിണ്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നിട്ടുള്ള ഡിവൈസ് ആണ് മാനിഫോൾഡ് സിസ്റ്റം. ആ ഫസ്റ്റ് സെന്റൻസ് വേണമെങ്കിൽ അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ. Manifold system contain high pressure cylinders on two banks. One is backup to another. ഇനി അടുത്തതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഇനി ഇത് നമ്മൾ ഓരോ പേഷ്യന്റിന്റെ അടുത്തേക്കും ഈ ഗ്യാസുകൾ എത്തിക്കണ്ടേ, അത് ഇതിൽ കൂടിയാണ്, പൈപ്പുകളിലൂടെയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം അല്ലെ, പൈപ്പുകൾ പോകുന്നത്. എന്താ, ഓരോ ഗ്യാസുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് ബാക്കപ്പ് are distributed through the piping distribution system to provide gas or vacuum at end point or terminal units. ഇവിടെ വരെയാണ് ഇത് എത്തിക്കുന്നത്, എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ്. അവിടെ വരേക്കും ഗ്യാസോ വാക്വമോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ് ലൈൻ distribution system. Medical gases and vacuum are distributed through the pipeline distribution system. The terminal unit may be either wall mounted. ഇത് എങ്ങനെയാകാം, ആ ടെർമിനൽ യൂണിറ്റ് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ് അതെന്താണ്, അത് either wall, ഒന്നിലെ ഭിത്തിയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കാം, or pendant mounted, അല്ലെങ്കിൽ അത് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാകാം. ഒന്നിൽ ഭിത്തിയില് വാൾ മൗണ്ടഡ് ആവാം, അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ്. പെൻഡുലം, ക്ലോക്കിന്റെ പെൻഡുലം ഇങ്ങനെ ആടി കിടക്കണതില്ലേ, അതായത് തൂക്കിയിട്ടിരിക്കുന്ന പോലെയും ആകാം. ഒന്നില്ലെങ്കിൽ ഭിത്തിയിൽ അത് ഘടിപ്പിച്ചത് പോലെയോ, അല്ലെങ്കിൽ പെൻഡന്റ് ഒരു തൂക്കിയിട്ടിരിക്കുന്നത് പോലെയും ആകാം. എൻഡ് പോയിന്റ്, ഈ അതായത് നമ്മുടെ സോഴ്സിൽ നിന്ന് നമ്മുടെ പൈപ്പ് ലൈനിൽ കൂടെ ഈ ഗ്യാസുകൾ വന്ന് എവിടെയാ നിൽക്കുന്നത്, എൻഡ് പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ്.
എൻഡ് പോയിന്റ് അവസാനിക്കുന്ന അവിടെ. അത് ഒന്നില്ലെങ്കിൽ എന്താകാം, ഒരു വാൾ മൗണ്ടഡ് ആകാം, അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആകാം. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ് ടു മേക്ക് ദ പൈപ്പ്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. പൈപ്പുകള്, ഈ ഗ്യാസ് പോകുന്ന ആ പൈപ്പുകള് അത് നിർമ്മിക്കുന്നതിന് വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? എന്ത് മെറ്റലാ? കോപ്പർ ആണ്. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ് ടു മേക്ക് ദ പൈപ്സ്. പൈപ്പുകള് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കോപ്പർ. ഹൈ ക്വാളിറ്റി കോപ്പർ. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Moreover, pipes should be protected against the physical damage and corrosion. Corrosion എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുക, തുരുമ്പാകാതെ, തുരുമ്പ് പിടിക്കാതെ, തുരുമ്പാകാതെ. corrosion നാശം, നാശം വരാതെ. തുരുമ്പ് എന്നല്ല, നാശം എന്ന് പറയും. നാശം വരാതെ, ഫിസിക്കൽ ഡാമേജ് വരാതെ പൈപ്പുകൾ പ്രൊട്ടക്ട് ചെയ്യണം. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. ഈ ഗ്യാസ് കണ്ടന്റ് അനുസരിച്ച് ഏത് ഗ്യാസ് ആണോ അതനുസരിച്ച് ആ പൈപ്പുകൾക്ക് എന്തുണ്ടാവും? കളർ കോഡുകളും കീപ്പ് ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ ഏത് ഗ്യാസുകളാണ് ആ പൈപ്പിലൂടെ പോകുന്നത് അതനുസരിച്ച് നമ്മൾ കളർ കോഡുകൾ കൊടുക്കുന്നുണ്ട്. എന്തിനാ? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ. ഇങ്ങനെ കളർ കോഡുകൾ കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഏത് ഗ്യാസ് ആണെന്ന് അറിയാലോ. അല്ലെങ്കിൽ നമുക്ക് തുറന്നു നോക്കാൻ പറ്റൂലോ. ഗ്യാസ് നോക്കിയിട്ട് ഏത് ഗ്യാസ് ആണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് പോകുന്ന ആ ഒരു ഇതിലെ പൈപ്പില് നമ്മൾ എന്താണ്? കളർ കോഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പറഞ്ഞേക്കണേ, പൈപ്പിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഫിസിക്കൽ ഡാമേജോ അല്ലെങ്കിൽ നാശമൊക്കെ വരാതെ അതിനെ പൈപ്പിനെ പ്രൊട്ടക്ട് ചെയ്യണം. ആൻഡ് കളർ കോഡ് കൊടുക്കണം. ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. അതിന്റെ ഗ്യാസ് ഏതാണോ അത് അനുസരിച്ച് കളർ കോഡുകളും പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് കളർ കോഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. ഓക്കെ. പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഏതിലൂടെയാണ്? പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ടെർമിനൽ യൂണിറ്റ്സ് വാൾ മൗണ്ടഡ് ആവാം അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആവാം. പിന്നെ അവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാന്ന് പറഞ്ഞേ? ഹൈ ക്വാളിറ്റി കോപ്പർ ആണ്. കോപ്പർ. ഇനി അതിനുപരിയായിട്ട് നമ്മൾ പൈപ്പുകളെ പ്രൊട്ടക്ട് ചെയ്യണം. ഏതിനെതിരായിട്ട്? ഫിസിക്കൽ ഡാമേജ് വരാതെ, കൊറോഷൻ, നാശം വരാതെ ഒക്കെ പൈപ്പുകളെ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗ്യാസിന്റെ കണ്ടന്റ് ഏതാണ്? ഏത് ഗ്യാസ് ആണ് അതനുസരിച്ച് കളർ കോഡുകളും കീപ്പ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ആണ് ഓക്കെ. ഇനി നോക്കിയേ, വാൽവുകൾ. ഇവിടെ നമുക്ക് 2 ടൈപ്പ് വാൽവുകൾ പറയുന്നുണ്ട്. സോൺ വാൽവ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട്. രണ്ടും നോട്ട് ചെയ്തിട്ടുണ്ട്. There are 2 types of valves. 2 തരത്തിലുള്ള വാൽവുകൾ ഉണ്ട്. ഏതൊക്കെയാ നോക്കിയേ? സോൺ വാൽവുകളും സർവീസ് വാൽവുകളും. സോൺ വാൽവുകളും സർവീസ് വാൽവുകളും. സോൺ വാൽവ്സ് എന്താ ഉപയോഗിക്കുന്നത്? സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. എന്താണ്? സിസ്റ്റത്തിന്റെ ഒരു വലിയ ഭാഗത്തെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു വലിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാനാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലില്ലേ വാൽവില്ലേ? വാൽവുകള് ഇപ്പൊ നമുക്ക് പൈപ്പിൽ എന്തെങ്കിലും ഇത് വരികയാണ്, പണി ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ വാൽവ് ക്ലോസ് ചെയ്തിടും അല്ലേ? മെയിൻ വാൽവ് ഉണ്ട്, അല്ലാത്ത ഒരു സെക്ഷനിലേക്ക് മാത്രം ക്ലോസ് ചെയ്യണമെങ്കിൽ വേറെ വാൽവ് ഉണ്ട്. വാൽവില്ലേ? എന്താ? അങ്ങോട്ടേക്കുള്ള ഇത് ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാനല്ലേ വാൽവ് ഉപയോഗിക്കണേ? നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ കൂടുതൽ വെള്ളത്തിൽ കളിക്കുമ്പോ കൂട്ടിയിടാനല്ലേ? ആ വാൽവ് കൂട്ടിയിടാനല്ലേ വെള്ളം അധികം ചെലവാകാതിരിക്കാനായിട്ട്. പിന്നെ ഇതുപോലെ തന്നെ വല്ല ടാങ്കിലോ അല്ലെങ്കിൽ പൈപ്പിൽ വല്ല ലീക്കൊക്കെ വരുമ്പോ വേണമെങ്കിൽ നമ്മൾ ആ വാൽവൊക്കെ അടച്ചിടും. അങ്ങനെയൊന്നും ചെയ്യാറില്ലേ? അതുപോലെ തന്നെ അവിടെ നമ്മൾ പറഞ്ഞ 2 വാൽവ് ഉണ്ട്. ഏതാ? സോൺ വാൽവ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട്. അത് സോൺ വാൽവ് എന്ന് പറഞ്ഞ എന്തിനാ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാൻ.
അപ്പൊ അവിടെ എന്തെങ്കിലും ഈ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ ഒക്കെ നടക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ആ ഒരു വലിയ ഭാഗം മുഴുവനും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, that is room for modification and or repair. ഇപ്പൊ നമ്മൾ കുറച്ച് റൂംസുകൾ മോഡിഫിക്കേഷനോ റിപ്പയറിനോ വേണ്ടി അങ്ങോട്ടേക്കുള്ള ഗ്യാസ് ഫ്ലോ നമുക്ക് വേണ്ട, അങ്ങോട്ടേക്ക് പോകുന്ന ഗ്യാസ് ഫ്ലോ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പൊ ഏത് വാൽവ് ഉപയോഗിക്കുന്ന സോൺ വാൽവുകൾ. ഓക്കെ, അടുത്തതാണ് beside the sound valve are installed to the corridor wall and should be labeled to indicate the room they can control. ഇനി അവിടെ ഇപ്പൊ ഏത് റൂമിലാണ് നമ്മൾ അത് ആ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ, അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റ് ചെയ്യണം. Furthermore, the service valve used to isolate certain part of the system. എന്നാൽ സർവീസ് വാൽവ് എന്താ, ഒരു ചെറിയൊരു ഭാഗത്തെ മാത്രം ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയാ. Isolate certain part of the system. Isolate certain part of the system for the modification and or repair. Modification or repair ആയിട്ടോ ഒരു ചെറിയൊരു ഭാഗത്തെ എന്താണ് ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മള് വീട്ടിലെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ നമ്മള് വല്ല പൈപ്പിന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ വരുമ്പോ നമ്മൾ മൊത്തം ആ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ഇത് വാൽവ് കൂട്ടിയിട്ട് ആ ഭാഗത്തേക്ക് വെള്ളമൊന്നും വരില്ല. ഇനി അഥവാ ഒരു റൂമിലെ ചെറിയൊരു ടാപ്പിനാണെങ്കിൽ അങ്ങോട്ടേക്കുള്ളത് മാത്രം നമുക്ക് ക്ലോസ് ചെയ്തിട്ടാൽ മതി. ഇതുപോലെ വേണ്ട നമ്മൾ കറണ്ട്, നമ്മൾ ചിലപ്പോ നമ്മൾ ഫ്യൂസ് ഇല്ലേ, ഫ്യൂസ് അത് മെയിൻ ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ ആ മൊത്തത്തിലുള്ള ആ വീട്ടിലേക്ക് മൊത്തം പവർ കട്ടായി പോകും. ഇനി ഓരോ റൂമിനുണ്ട് ചെറിയ ഫ്യൂസ്, ആ ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ ആ റൂമില് മാത്രം കറണ്ട് അല്ലേ കട്ടായി പോളൂ, അവിടെ മാത്രം കറണ്ട് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഭാഗത്തും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ സോൺ വാൽവ്, സർവീസ് വാൽവ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അതായത് നമ്മള് ഇപ്പൊ വീട്ടില് ഇലക്ട്രിക് വർക്കുകളൊക്കെ നടക്കാറില്ലേ, അപ്പൊ എന്താ ചിലപ്പോ അവര് വന്നിട്ട് മെയിൻ ഫ്യൂസ് അങ്ങ് മാറ്റി വെക്കും. അപ്പൊ വീട്ടിൽ ഒട്ടും കറണ്ട് ഉണ്ടാവില്ല, ഒരു മുറിയിലും ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് ഡാർക്കായിരിക്കും. ഇനി അതല്ല, ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു റൂമിന്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളെങ്കിൽ അവര് വന്നിട്ട് ആ പറഞ്ഞ ഏത് റൂമിലാണ് അവിടെ ചെറിയൊരു ഇതുണ്ട്, അവിടെ ഒരു ചെറിയ ഫ്യൂസ് ഉണ്ട്, അത് മാറ്റിക്കഴിഞ്ഞാൽ ആ മുറിയിൽ മാത്രം കറണ്ട് ഉണ്ടാവില്ല, ബാക്കിയുള്ള ഭാഗത്ത് എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെയാണ്. അതുപോലെ തന്നെയാ, സെയിം തന്നെയാണ് ഈ വാൽവുകള്. രണ്ട് ടൈപ്പ് വാൽവ് ഉണ്ടെന്ന് പറഞ്ഞു. സോൺ വാൽവ് എന്താ, ഒരു വലിയ ഭാഗത്തെ ഒറ്റപ്പെട്ട് നിർത്താൻ. ആ വാൽവ് ക്ലോസ് ചെയ്താൽ മതി, അത്രയും ഭാഗത്തേക്കുള്ള ഗ്യാസ് ഇതൊന്നും ഉണ്ടാവില്ല, ഗ്യാസ് ഫ്ലോ ഉണ്ടാവില്ല, ഒരു വലിയ ഭാഗം. അത് എന്തിനു വേണ്ടിയാ, റൂം മോഡിഫിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയറിന് വേണ്ടിയിട്ട് ആ റൂം ആ അത്രയും ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്കുള്ള ആ എന്താ പറയാ ഗ്യാസ് കണക്ഷൻ നമ്മൾ മാറ്റണമെങ്കിൽ, ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ നമുക്ക് സോൺ വാൽവ് ഉപയോഗിക്കാം. എന്നാൽ സർവീസ് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസ്ഡ് ടു ഐസൊലേറ്റ് ദ സർട്ടൻ പാർട്ട് ഓഫ് ദ സിസ്റ്റം, ചെറിയൊരു ഭാഗം, ഫോർ മോഡിഫിക്കേഷൻ ഓർ റിപ്പയർ. Therefore, they are accessible by clinical staff. അത് ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, വേറെ വലിയ ഇതൊന്നും വേണ്ട. They are accessible by the clinical staff. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ട്, സോൺ വാൽവുകള്, സർവീസ് വാൽവുകള് ആണ് ബോൾഡ് ചെയ്തത്. സോൺ വാൽവ് എന്താണ്, used to isolate the large part of the system. Then service valve used to isolate certain part of the system. Okay. And underline ചെയ്തിട്ടേ. Okay. രണ്ട് ക്ലിയർ ആയോ? സോൺ വാൽവും സർവീസ് വാൽവും. അപ്പൊ ചോദിക്കും, ഡാഷ് വാൽവ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ദ ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സോൺ വാൽവ്, എന്നാൽ ചെറിയ ഭാഗം, ചെറിയൊരു പർട്ടിക്കുലർ ഭാഗത്തെ മാത്രം ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് സർവീസ് വാൽവുകളും. ക്ലിയർ അല്ലേ? നമ്മൾ വെള്ളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഓക്കെ അല്ലേ രണ്ടും? ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണെന്നാണ് പറഞ്ഞ, സ്ക്രീൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കണക്കൊന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയ അവിടെ വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം.
warning and alarm system. It is the function of warning and alarm system to give the information of the responsible staff about the whole plant in the case of failure detection or change requirements. ഈ വാർണിംഗ് അലാറം സിസ്റ്റം നമുക്കറിയാം. എന്താണ് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് അതിന് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ അലാറം ഒരു എന്താ പറയാ അവരെയൊക്കെ to give the information of the responsible staff. അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫ് അവർക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാർണിംഗ് അലാറം സിസ്റ്റംസ് ഉപയോഗിക്കുന്നത്. about the whole plant in the case of എന്തെങ്കിലും ഫെയിലിയർ വരികയാണ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ കാണിക്കുകയൊക്കെ ആണെങ്കിൽ അവിടെ സ്റ്റാഫുകൾക്ക് നമുക്ക് എന്താണ് ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അലാറം സിസ്റ്റം അങ്ങനെയല്ല വെക്കുന്നത്. എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അലാറം അടിക്കുമ്പോൾ നമുക്കൊരു വാർണിംഗ് കിട്ടാൻ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കാനാണ്. Hence, there are two main alarm. രണ്ട് തരത്തിലുള്ള അലാറം ഉണ്ട്. മാസ്റ്റർ അലാറം ആൻഡ് ഏരിയ അലാറം. അണ്ടർലൈൻ ചെയ്തിട്ടോ? ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. The function of the warning and alarm system to give the information for the responsible staff. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫ്, അതിന് ഉത്തരവാദിത്തപ്പെട്ടുള്ള സ്റ്റാഫിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. about the whole plant in the case of failure detection or change requirements. അതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. Hence, there are two main alarm system. രണ്ട് തരത്തിലുള്ള അലാറം ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? മാസ്റ്റർ അലാറം ഉണ്ട്, ഏരിയ അലാറം ഉണ്ട്. മാസ്റ്റർ അലാറം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് മെയിൻ ഗ്യാസ് ലൈനെ മോണിറ്റർ ചെയ്യാനാണ് മാസ്റ്റർ അലാറം. അപ്പൊ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് ഏതാ മാസ്റ്റർ അലാറം ഉപയോഗിച്ച് എല്ലാവരെയും അറിയിക്കാൻ പറ്റും. Okay, master alarm monitors the main gas line and the source condition. Then area alarms are founded on alarm panels and their function is to monitor the condition of specific critical care area. പ്രത്യേക നിർദ്ദിഷ്ട മേഖലകൾ അവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും. അത് രണ്ടും നോട്ട് ചെയ്യും. മാസ്റ്റർ അലാറം മോണിറ്റർ the main gas line and the source condition. Underline ചെയ്തിട്ടേ. Master alarm monitors the main gas line and the source condition. Then area alarm എന്തിനാ ഉപയോഗിക്കണേ? Monitor the condition of specific critical care areas. Monitor the condition of specific critical care area. Okay. ആ ഒരു സെന്റൻസ് കൂടി അവിടെ നോട്ട് ചെയ്തിട്ടോ. മോണിറ്റർ ദ കണ്ടീഷൻ ഓഫ് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ. ഓക്കെ ആണോ? രണ്ടുണ്ടോ? അലാറത്തിന്റെ കാര്യം പറഞ്ഞേ. ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്. ഡാഷ് അലാറം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. മെയിൻ ഗ്യാസ് ലൈനെ സോഴ്സിനെ അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാസ്റ്റർ അലാറവും എന്നാൽ പ്രത്യേകം ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് അതിന്റെ മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഏരിയ അലാറംസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും. മനസ്സിലായില്ലേ? വാണിംഗ് അലാറം എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലേ എന്തെങ്കിലും ഒരു ഫെയിലിയർ കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അവിടെ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിലൊക്കെ മുഴുവൻ നമ്മുടെ സ്റ്റാഫിനെയും നമുക്ക് അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലെ അവർക്ക് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വാണിംഗ് അലാറം സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. Outlet are the points at which connection can be made on the medical gas pipeline system to supply under pressure. എന്താണ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ? Outlet are the points which connection can be made to medical gas pipeline system
ടു സപ്ലൈ അണ്ടർ പ്രഷർ എന്താ ഓക്സിജൻ. ഈ നമ്മുടെ ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഓക്സിജനോ മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസുകളില്ലേ മെഡിക്കൽ ആ ഇൻസ്ട്രുമെന്റ്സിലേക്കോ അല്ലെങ്കിൽ പേഷ്യൻസിലേക്കോ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർഫേസിലേക്കോ ഒക്കെ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനിലെ മുഴുവൻ കണക്ഷൻ പോയിന്റുകളാണ് ഏത് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തോട്ടെ നിങ്ങൾ. ഈ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിജൻ അല്ലെങ്കിൽ മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസുകളില്ലേ ഗ്യാസ് അത് എന്ത് ചെയ്യും ഓക്സിജൻ മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസുകള് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സിലേക്കോ മെഡിക്കൽ ഉപകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഇന്റർഫേസിലേക്കോ പേഷ്യന്റ് എവിടെയാണ് പേഷ്യന്റ് അടുത്തേക്ക് പേഷ്യന്റിന്റെ ഇന്റർഫേസിലേക്കോ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ ഒരു കണക്ഷൻ പോയിന്റ് ആണ്. പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ ഒരു കണക്ഷൻ പോയിന്റ് ആണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ കണക്ഷൻ പോയിന്റ് ആണ് ഔട്ട്ലെറ്റ്. അതായത് നമ്മൾ അവിടെ നിന്ന് ഒന്നുകിൽ എക്യുപ്മെന്റിലേക്കോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഇന്റർഫേസിലേക്കോ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസുകള് മെഡിക്കൽ ഉപകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഇന്റർഫേസിലേക്കോ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ കണക്ഷൻ പോയിന്റ് ആണ് ഔട്ട്ലെറ്റ്. എന്നാൽ ഇൻലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇൻലെറ്റ്? എന്താ സപ്ലൈ വാക്കം എന്നാ പറഞ്ഞേക്കുന്നത്. ഇൻലെറ്റ് സപ്ലൈ വാക്കം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് ക്ലിനിക്കൽ പരിസ്ഥിതി ആ ക്ലിനിക്കൽ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വേസ്റ്റുകള് മാലിന്യമുള്ള വാതകങ്ങളോ ഒക്കെ നീക്കം ചെയ്യുന്നതിനായി വേണ്ടിയിട്ടുള്ള ഒരു വാക്കം വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷൻ പോയിന്റ്, ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷൻ പോയിന്റ് ആണ് ഇത് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പരിസ്ഥിതിയിൽ നിന്ന് മാലിന്യവാതകങ്ങളോ വേസ്റ്റ് ആയിട്ടുള്ള മലിനീകരണമായിട്ടുള്ള എന്തെങ്കിലും വാതകങ്ങളോ ദ്രാവകങ്ങളോ നീക്കം ചെയ്യാൻ ഒന്നോടെ പറയണതാണ് പറഞ്ഞത് ഔട്ട്ലെറ്റും ഇൻലെറ്റും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിജൻ മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസ് ഒന്നില്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിലേക്ക് കൊടുക്കുന്നു. മനസ്സിലായോ? ഓക്സിജൻ മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസ് എവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ എന്താണ് ആ പേഷ്യന്റിന്റെ ഇന്റർഫേസ് പേഷ്യന്റിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഉപകരണങ്ങളിലേക്കോ കൊടുക്കുകയാണ്. ഇങ്ങോട്ട് കൊടുക്കുകയാണ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു. ഔട്ട് പുറത്തേക്ക് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇപ്പേ ഔട്ടർ ഫോർ ഇൻ അതാ പറഞ്ഞേക്കുന്നത്. അതായത് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കാണ്. ഔട്ട്ലെറ്റ് എന്താ പുറത്തേക്ക് കൊടുക്കുന്നത്. എന്താ ഓക്സിജനോ അല്ലെങ്കിൽ മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസുകള് എങ്ങോട്ടാ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സിലേക്കോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അടുത്തേക്കോ ഒക്കെ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ കണക്ഷൻ പോയിന്റ്. പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ കണക്ഷൻ പോയിന്റ് ആണ് ഏത് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് പ്ലഗ് കുത്തൂലേ കുത്തണ ഇത് അപ്പൊ ആ പ്ലഗ് നമ്മൾ കുത്തുന്ന ആ സ്വിച്ച് ബോർഡ് ഇല്ലേ അത് എന്താ പറയാ അതൊരു ഔട്ട്ലെറ്റ് ആണ്. അതിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരികയല്ലേ. ഇപ്പൊ നമ്മള് എന്താണ് മിക്സി അടിക്കുന്നു, മിക്സിയിലേക്ക് കറണ്ട് ഇങ്ങോട്ട് വരികയാണ്. ആ സാധനത്തിൽ കുത്തുമ്പോഴല്ലേ അതിന്നുള്ളത് അത് ഔട്ട്ലെറ്റ് പുറത്തേക്ക്. ഓക്സിജനോ മെഡിക്കൽ എയർ പോലുള്ള മെഡിക്കൽ ഗ്യാസ് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സിലേക്കോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഇന്റർഫേസിലേക്കോ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ കണക്ഷൻ പോയിന്റ് ആണ്. എന്നാൽ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. എന്താ ഒരു ക്ലിനിക്കൽ പരിസ്ഥിതിയില് എന്തെങ്കിലും എന്താ പറയാ വാതകങ്ങളിലോ ദ്രാവകങ്ങളിലോ എന്തെങ്കിലും പൊല്യൂഷൻ വരികയാണോ എന്തെങ്കിലും മലിനീകരണം ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ അത് നീക്കം ചെയ്യാനായിട്ട്
ആണ്. അതാണ് സപ്ലൈ വാക്വം എന്ന് പറയുന്നത്. ഇൻലെറ്റ് സപ്ലൈ വാക്വമാണ്. അത് നീക്കം ചെയ്യുന്നതിനായിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷൻ പോയിന്റുകളാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതാണ് ഔട്ട്ലെറ്റ് മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുമ്പോൾ ഇൻലെറ്റ് വാക്വം സപ്ലൈ ചെയ്യുന്നു. മനസ്സിലായോ? സപ്ലൈ വാക്വം. അപ്പൊ കുറച്ചുകൂടി മനസ്സിലായോ? അത് ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്തെങ്കിലും ദ്രാവകങ്ങളിലോ അല്ലെങ്കിൽ വാതകങ്ങളിൽ നിന്നോ മാലിന്യമായിട്ടുള്ള വാതകങ്ങളോ അല്ലെങ്കിൽ ദ്രാവകങ്ങളിൽ നിന്നോ ഒക്കെ അതൊക്കെ നീക്കം ചെയ്യാം. അതൊരു റിമൂവ് ചെയ്യാനാണ്, വലിച്ചെടുക്കാണ്. നീക്കം ചെയ്യുന്നതിനായി അല്ലെങ്കിൽ ഒരു വാക്വം വലിച്ചെടുക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്ന കണക്ഷൻ പോയിന്റുകളാണ് ഇൻലെറ്റ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്നതില് അവിടെ നിന്ന് നോട്ട് ചെയ്തിടുക. ഔട്ട്ലെറ്റ് എന്താണ്? സപ്ലൈ മെഡിക്കൽ ഗ്യാസ്. മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നത്, ഓക്സിജൻ, മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസ് സപ്ലൈ ചെയ്യാണ്. ദെൻ ഇൻലെറ്റ് എന്താണ്? ഇൻലെറ്റ് സപ്ലൈ വാക്വം. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. അവിടെ മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നു. ഔട്ട്ലെറ്റ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുമ്പോൾ ഇൻലെറ്റ് വാക്വമാണ് സപ്ലൈ ചെയ്യുന്നത്. അതായത് വലിച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ് അത് ഔട്ട്ലെറ്റും ഇൻലെറ്റും? ഓക്കെ, ഇത് ആരാണ്? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒറ്റ സെന്റൻസ് തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ നോട്ട് ചെയ്തിട്ട് ഔട്ട്ലെറ്റ് എന്താ? ഔട്ട്ലെറ്റ് ആണ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻ ടു ബി മെയ്ഡ് ടു ദ മെഡിക്കൽ ഗ്യാസ്. കണ്ടോ? മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യാണ് ഔട്ട്ലെറ്റ്. ഇൻലെറ്റോ? സപ്ലൈ വാക്വം. ഇൻലെറ്റ് സപ്ലൈ വാക്വം. അതൊന്ന് നോട്ട് ചെയ്താൽ മതി നിങ്ങൾ. ഇനി അടുത്തതൊരു കാര്യം സെക്കൻഡറി എക്യുപ്മെന്റ്സ് ആണ്. അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഇപ്പോ എന്താണ്? ആദ്യം ഒരു സോഴ്സ് ഉണ്ട്, ഒരു റിസർവയർ ഉണ്ട്, അതിൽ നിന്ന് പിന്നെ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉണ്ട് അല്ലെ? അപ്പൊ അത് ആ റിസർവയറിൽ നിന്ന് നമ്മൾ പേഷ്യന്റ് അടുത്തേക്കൊക്കെ എങ്ങനെയാ? പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ് ഗ്യാസ് വരുന്നത്. എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ അവിടെ ആരുണ്ട്? വാൽവുകൾ ഉണ്ട്. 2 വാൽവ്, സോൺ വാൽവ്, സർവീസ് വാൽവ്. പിന്നെ അവിടെ എന്തുണ്ട്? നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സ്റ്റാഫിനെ എന്തെങ്കിലും ഫെയിലിയറോ അതൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒക്കെ ഇൻഫർമേഷൻ കൊടുക്കാൻ അവിടെ വാർണിംഗ് അലാറം സിസ്റ്റംസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉണ്ട്. ഇനി അടുത്തതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്. അപ്പൊ ഈ പറയുന്ന എക്യുപ്മെന്റ്സിന് പുറമെ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഹോൾ ഹോസസ്, മൊത്തം ഹോസുകള്. ഹോൾ ഹോസസ്, മൊത്തം ഹോസുകള്. ഗ്യാസ് ഫ്ലോ മീറ്റർ. ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ ദ പൈപ്സ് ഗ്യാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഗ്യാസ് ഫ്ലോ മീറ്റർ ഉണ്ട്. ഗ്യാസ് ഫ്ലോ മീറ്റർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മതി. ഗ്യാസ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ആൻഡ് ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ ദ പൈപ്സ് ഗ്യാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. നിങ്ങള് മെഡിക്കൽ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്, എക്യുപ്മെന്റ്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് ഗേജുകൾ. ഗേജ് നമ്മള് മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ് കേട്ടോ, ഗേജ്. And vacuum regulators. Vacuum regulators are not part of the pipeline system. അത് പൈപ്പ്ലൈൻ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമല്ല. മൊത്തം ഹോസുകള്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, vacuum regulators are not a part of pipeline system. പൈപ്പ്ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. They can contribute greatly to gas and vacuum consumption. പക്ഷെ ഗ്യാസ് വാക്വം കൺസപ്ഷനിൽ എന്ത് ചെയ്യുന്ന വളരെയധികം സംഭാവന അതിനകത്ത് നൽകിയിട്ടുണ്ട്. അല്ലെ ഇവരും കൂടി അതിനകത്ത് വേണം. അതുപോലെ നോക്കിയേ, these items should be checked frequently as part of routine inspection procedure. ഈ കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യണം. എന്തിന്റെ? റുട്ടീൻ, ദിവസേനയുള്ള ഇൻസ്പെക്ഷൻ പരിശോധന പ്രൊസീജിയറിൽ എന്ത് ചെയ്യണം? ഈ ഐറ്റം കൂടി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ ഔട്ട്ലെറ്റും ഇൻലെറ്റും ഈ ഇൻസ്ട്രുമെന്റ്സ്, വാർണിംഗ് അലാറം സിസ്റ്റം, വാൽവ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്, സോഴ്സ്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതിന് പുറമെ ആ ഡെയിലി റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയറിൽ ഈ സെക്കൻഡറി എക്യുപ്മെന്റ്സുകൾ കൂടി ചെക്ക് ചെയ്യണം. അതും എന്താണ്? വാക്വം ഗ്യാസ് അല്ലെങ്കിൽ വാക്വം കൺസപ്ഷനിൽ വളരെയധികം സംഭാവന ചെയ്യുന്ന കാര്യങ്ങളാണ്.
മൊത്തം കോഴ്സുകൾ ഗ്യാസ് ഫ്ലോ മീറ്റർ. അപ്പൊ അതിനകത്ത് എനിക്ക് സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ വന്നതായിരിക്കാമെന്ന് ചോദിക്കാം. മൊത്തം കോഴ്സുകൾ ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ല, പക്ഷെ എങ്കിൽ പോലും അത് ഗ്യാസ് വാക്വം കൺസെപ്ഷനിൽ വളരെയധികം സംഭാവന നൽകുന്നുണ്ട്. അപ്പോ ഈ ഐറ്റംസും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഏതാ റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയറിൽ ഈ ഐറ്റം കൂടി അവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് 2-3 മിനിറ്റ് ആണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജ് എന്താണ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അഡ്വാൻറ്റേജ് പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ്, ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ്, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് എന്നാ പറയുന്നത്. ഇതും കൂടി ഒന്ന് നോക്കിയാൽ ടേബിൾ കണ്ടോ, ഇതാണ് നമ്മൾ പഠിച്ചത് കണ്ടോ, കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസ് ബേസ്ഡ് ഓൺ ദ ഐസോ സ്റ്റാൻഡേർഡ്സ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതേ ടേബിള് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഇതിന് ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, മിക്കവാറും ഏതെങ്കിലും 2 എണ്ണം കാണാറുണ്ട്. ഗ്യാസുകൾ, അതിന്റെ കളർ കോഡ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഓക്സിജന്റെ വൈറ്റ്, നൈട്രസ് ഓക്സൈഡിന്റെ ലൈറ്റ് ബ്ലൂ, മെഡിക്കൽ എയറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സക്ഷൻ അതിന്റെ യെല്ലോ, നൈട്രജന്റെ ബ്ലാക്ക്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ കളർ. ഈ ടേബിൾ ഒന്ന് നോക്കി വെച്ചിരിക്കുക. നമ്മൾ പഠിച്ചതാണ് ഓരോന്നിന്റെയും കളർ കോഡുകൾ, ഓരോ ഗ്യാസുകളും അതിന്റെ കളർ കോഡുകളും. ഓക്കെ അല്ലേ? ആ ടേബിൾ ഒന്ന് ടിക്ക് ഇട്ട് വെച്ചിട്ടോ. അഡ്വാൻറ്റേജ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പേഷ്യന്റിന്, ഹോസ്പിറ്റൽ സ്റ്റാഫിന്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജുകൾ. ഇനി കുറച്ചുള്ളൂ ഈ ചാപ്റ്റർ. പിന്നെയൊക്കെ നമ്മൾ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ അതൊക്കെ പോയിന്റ്സ് വായിച്ച് പഠിച്ചാൽ ഇതൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചിരിക്കാം കേട്ടോ. ആ ടേബിള് നിങ്ങൾ അതൊന്ന് ടിക്ക് ഇട്ടോ കേട്ടോ. അത് ടേബിള് ടിക്ക് ഇട്ടോ. ഓരോ ഗ്യാസിന്റെയും കളർ കോഡ് ചോദിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.